കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത പേമാരിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും കണ്ണൂരിലും വയനാട്ടിലുമെല്ലാം തീരാ നഷ്ടങ്ങളാണ് ഈ 2 ദിവസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഒരു വേള 2018 സമാനമായ ഒരു ദുരന്തത്തെ പോലെ മറ്റൊന്ന് മലയാളികൾ വീണ്ടും മുന്നിൽ കണ്ടു. എങ്കിലും ഇപ്പോൾ മഴയൊന്ന് ശമിച്ചതോടെ ചെറിയ ആശ്വാസത്തിലാണ് കേരളം. പക്ഷേ ആശ്വസിക്കാറായോ? ഇല്ലെന്നാണ് പുറത്തു നിന്നുള്ള ചില വിവരങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. വരും നാളുകളിൽ മഴയായിരിക്കില്ല നമ്മളെ കഷ്ടപ്പെടുത്തുക. കൊടും ചൂടാണ് ലോകത്തെ കാത്തിരിക്കുന്നതത്രേ. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അതിവേഗം ശക്തി പ്രാപിക്കുന്ന എൽനിനോ പ്രതിഭാസം വരും മാസങ്ങളിൽ ആഗോള കാലാവസ്ഥാ ഗതിയെ തന്നെ മാറ്റിമറിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലോക കാലാവസ്ഥാ സംഘടനയായ WMO. ലോകമെമ്പാടും കടുത്ത ഉഷ്ണതരംഗങ്ങൾക്കും വരൾച്ചകൾക്കും വെള്ളപ്പൊക്കത്തിനും ഈ പ്രതിഭാസം കാരണമായേക്കാമെന്നാണ് UN കാലാവസ്ഥ ഏജൻസിയുടെ പുതിയ വിലയിരുത്തൽ വ്യക്തമാക്കുന്നത്. ആഫ്രിക്കയിലും യൂറോപ്പിലും കാട്ടുതീ പടർന്നു പിടിക്കുന്നതിനിടയിലും ദക്ഷിണേഷ്യയിൽ മൺസൂൺ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന പശ്ചാത്തലത്തിലുമാണ് ഈ നിർണായക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. 2 മുഖ്യ ശക്തികളാണ് കേരളത്തിന്റെ കാലാവസ്ഥയെ ഇക്കൊല്ലം സ്വാധീനിക്കുക. പസഫിക് സമുദ്രത്തിലെ എൽനിനോ പ്രതിഭാസവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും. പസഫിക് സമുദ്രത്തിലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് രൂപപ്പെട്ട എൽനിനോ കേരളത്തിൽ പെയ്യേണ്ട മൺസൂൺ മഴയെ ബാധിച്ചു. ഇന്ത്യയിലെ മൺസൂൺ കാറ്റുകളെ ദുർബലപ്പെടുത്തി. മഴ കുറയാനും താപനില ഉയരാനും വരണ്ട കാലാവസ്ഥ നീണ്ടു നിൽക്കാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് എൽനിനോ. IOD അതിന്റെ സ്വാധീനം ഇതുവരെ കാര്യമായി പ്രതിഫലിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇനി വരില്ല എന്ന് പറയാനുമാകില്ല. പസഫിക് സമുദ്രത്തിന്റെ മധ്യേ കിഴക്കൻ ഭാഗങ്ങളിലെ ഉപരിതലം സാധാരണയിലും കൂടുതൽ ചൂട് പിടിക്കുന്ന സ്വാഭാവിക കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽനിനോ. ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് ഇത് രൂപം കൊള്ളുന്നതെങ്കിലും ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ ക്രമത്തെ സ്വാധീനിക്കാൻ ഇതിനാകും. എൽനിനോ പലപ്പോഴും ഇന്ത്യയിൽ ലഭിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ ദുർബലമാക്കുകയും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശരാശരിയിൽ കുറഞ്ഞ മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുമെന്ന് മാസങ്ങൾക്ക് മുൻപേ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുള്ളതാണ്. അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴാനും ഉയർന്ന താപനിലയും ഉഷ്ണതരംഗവും ഉണ്ടാകാനും കാർഷികോൽപാദനം കുറയാനും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാനും ഇത് കാരണമാകും. അടുത്ത മാസങ്ങളിൽ എൽനിനോ ശക്തമാകുമെന്നാണ് കരുതുന്നത്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഇനി എന്തെന്ന് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉപരിതല ജലത്തിന്റെ താപനിലയിൽ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ. എൽനിനോയ്ക്ക് സമാനമായി സമുദ്രത്തിലുണ്ടാകുന്ന ഒരു പ്രതിഭാസം. സാധാരണയായി സമുദ്രത്തിന്റെ കിഴക്കൻ ഭാഗം, അതായത് ഓസ്ട്രേലിയയ്ക്ക് സമീപം ചൂടാകുകയും ആഫ്രിക്കയുടെ കിഴക്കൻ തീരമായ പടിഞ്ഞാറൻ ഭാഗം തണുത്തിരിക്കുകയും ചെയ്യും. ഇതിന് വിപരീതമായിട്ട് പടിഞ്ഞാറൻ ഭാഗം ചൂട് പിടിക്കുകയും കിഴക്കൻ ഭാഗം തണുത്തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് പോസിറ്റീവ് IOD. ഇത് അടുത്ത മാസങ്ങളിൽ ഉണ്ടായേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടായാൽ ഇന്ത്യയിൽ കൂടുതൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് നോക്കൂ, മഴയാണോ ചൂടാണോ വരും മാസങ്ങളിൽ നമ്മെ കഷ്ടപ്പെടുത്താൻ പോകുന്നതെന്ന് പോലും കൃത്യമായി പ്രവചിക്കാനാകാത്ത അവസ്ഥ. എൽനിനോ നമ്മുടെ പടിവാതിൽക്കൽ മാത്രമല്ല വീടിനുള്ളിൽ തന്നെ എത്തി ചൂട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇതിനകം തന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിയിലേക്ക് എൽനിനോ കൂടുതൽ തീ പകരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മധ്യ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ 2.9 ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ ഉയരുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. സമുദ്രജലത്തിലെ ഈ അസാധാരണ ചൂട് വർധനവ് കാലാവസ്ഥാ വ്യവസ്ഥകളെ തലതിരിച്ചു മറിക്കുകയും ആഗോള താപനിലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് കാരണമാവുകയും ചെയ്യും. മനുഷ്യന്റെ ഇടപെടലുകൾ മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം എൽനിനോയുടെ ആഘാതവും ഒന്നിച്ചു ചേരുമ്പോൾ രാജ്യങ്ങൾ അടിയന്തരമായി കാലാവസ്ഥാ പ്രതിരോധ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഈ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്ന പ്രധാന കാരണം ഫോസിൽ ഫ്യൂവലുകളുടെ അനിയന്ത്രിതമായ ഉപയോഗമാണെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം പുതിയ കൽക്കരി, എണ്ണ, ഗ്യാസ് പദ്ധതികൾ ഉടൻ നിർത്തിവെക്കണമെന്നും ആഹ്വാനം ചെയ്തു. ആഫ്രിക്ക, യൂറോപ്പ്, ഇന്ത്യ, കിഴക്കൻ ഏഷ്യ, ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിലെല്ലാം സാധാരണയേക്കാൾ ഉയർന്ന താപനില അനുഭവപ്പെടുമെന്നാണ് WMO പ്രവചിക്കുന്നത്. എൽനിനോ പ്രതിഭാസം സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി
മുൻകരുതൽ മുന്നറിയിപ്പുകൾ സർക്കാരുകളുടെയും മാനുഷിക ഏജൻസികളുടെയും കൃത്യമായ ഇടപെടലുകളായി മാറണമെന്ന് WMO സെക്രട്ടറി ജനറൽ സ്റ്റെലസ്റ്റ സാവു വ്യക്തമാക്കി. ഈ വർഷാവസാനത്തോടെ എൽ നിനോ അതിന്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ റെക്കോർഡ് തീവ്രത കൈവരിച്ചേക്കാമെന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുമ്പോഴും കമ്പ്യൂട്ടർ മോഡൽ പ്രവചനങ്ങളിൽ ഇപ്പോഴും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 4 മണിക്കൂർ അലറിപ്പെയ്ത കനത്ത മഴയാണ് മധ്യ കേരളത്തെ ദുരിതത്തിലാഴ്ത്തിയത്. വെള്ളിയാഴ്ച രാത്രി 11-നും 3-നും ഇടയിൽ പമ്പയുടെ തീരങ്ങളിൽ ശരാശരി 300 മില്ലിമീറ്റർ മഴയും മീനച്ചിലാറിന്റെ തീരത്ത് 220 മില്ലിമീറ്റർ മഴയുമാണ് ലഭിച്ചത്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തമായ മഴ പെയ്താൽ നദികൾക്ക് താങ്ങാനാവില്ല. ഗുജറാത്ത് തീരത്ത് നിന്നുള്ള ന്യൂനമർദ്ദ പാത്തിയാണ് 2 ദിവസത്തെ കനത്ത മഴയ്ക്ക് കാരണമായത്. ഇതിന്റെ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു. ജൂലൈ 31 രാത്രി 10-ന് കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയത്. ഓറഞ്ച് മുന്നറിയിപ്പ് പ്രകാരം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ രാത്രി 10-ന് ശേഷം കാലാവസ്ഥയാകെ മാറുന്നതാണ് കണ്ടത്. പ്രവചനം തെറ്റിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴയാണുണ്ടായത്. 9 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിരുന്നെങ്കിലും വെള്ളിയാഴ്ച രാത്രിയാണ് മഴ കൂടുതൽ ശക്തമാകുമെന്ന സൂചനയുണ്ടായത്. മറ്റ് മുന്നൊരുക്കങ്ങൾക്കൊന്നും സമയമുണ്ടായില്ല. ഇതോടെയാണ് സ്ഥിതി വഷളായത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ സ്ഥിതി ചുവപ്പിലേക്ക് പൊടുന്നനെ കയറിപ്പോയി. അതിതീവ്ര മഴയാണ് ഇവിടെ ഉണ്ടായത്. കേരള തീരത്ത് മേഘരൂപവൽക്കരണം ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ പല ശാസ്ത്രജ്ഞരും കാലാവസ്ഥാ സൈറ്റുകളും നൽകിയിട്ടും ഈ പൊടുന്നനെയുള്ള മാറ്റം പ്രവചിക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാനത്തൊട്ടാകെ 65 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 1465 പേർ ക്യാമ്പുകളിലുണ്ട്. കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. 17 വീടുകൾ പൂർണ്ണമായും 127 വീടുകൾ ഭാഗികമായും തകർന്നു. കോഴിക്കോട് ആനക്കാംപൊയ്കയിൽ മേഖലയിൽ 35 മണിക്കൂറിനിടെ 340 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ 177 മില്ലിമീറ്റർ മഴ പെയ്തു. എൽ നിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ചെറിയൊരു സമയത്തിനുള്ളിൽ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് കൂമ്പാരമേഘ രൂപവൽക്കരണവും മറ്റുമുണ്ടായി. അതിതീവ്ര മഴ സംഭവിക്കാം. ഇത് ഏത് സമയവും നാം പ്രതീക്ഷിക്കാമെന്നാണ് ശാസ്ത്ര സമൂഹം പറയുന്നത്. ഇത്തരം പൊടുന്നനെയുള്ള മാറ്റങ്ങളിൽ പ്രവചനം പറ്റില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതായത് ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്നത് നേരത്തെ കൂട്ടി അറിയാനാകില്ല എന്നാണ് അർത്ഥം. എന്തും നേരിടാൻ മലയാളി അടക്കം ലോകമെങ്ങും ഒരുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്.